വിജയ് ഹസാരെ ട്രോഫിയിലെ 5ാം റൗണ്ട് മത്സരങ്ങളിലും സെഞ്ചുറി വേട്ട തുടർന്ന് താരങ്ങൾ. ത്രിപുരയ്ക്കെതിരെ കർണാടകയ്ക്കായി സെഞ്ചുറി നേടി ദേവ്ദത്ത് പടിക്കൽ. അവസാന 5 ഇന്നിംഗ്സിൽ 4ാം സെഞ്ചുറിയാണ് ദേവ്ദത്ത് നേടിയത്. ഒരു ഓവറിലെ മുഴുവൻ പന്തും ബൗണ്ടറി കടത്തി 68 പന്തിൽ ഹാർദിക് പാണ്ഡ്യ സെഞ്ചുറി തികച്ചു. അക്ഷർ പട്ടേലും തിലക് വർമ്മയും ഇന്ന് സെഞ്ചുറി നേടി. മഹാരാഷ്ട്ര നായകൻ ഋതുരാജ് ഗെയ്ക്വാദും തകർപ്പൻ പ്രകടനം തുടരുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദാണ് ചേരുന്നത്. ഖിലാഫ്, എല്ലാവരും 100 അടിക്കുകയാണ് എന്നുള്ളതാണ്. അത്രമാത്രം ആവേശകരമായിട്ടുള്ള ഗംഭീര മത്സരം, തകർപ്പൻ മത്സരം. അപ്പോൾ എത്രമാത്രം ആവേശകരമാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ താരങ്ങളെല്ലാം 100 അടിച്ച ആ ഒരു മത്സരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആവേശകരമായ മത്സരങ്ങളാണ് വിജയ് ഹസാരയിൽ ഓരോ മത്സരങ്ങളും കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ അടക്കമുള്ള താരങ്ങൾ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയാണ് ഇന്ന് പുറത്തെടുത്തത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യ ഇന്ന് 68 പന്തിൽ സെഞ്ചുറി തികച്ചു. ഇതിൽ അവസാനം ഒരു ഓവറിൽ 62 പന്തിൽ 56 റൺസ് എന്ന നിലയിൽ നിന്ന് ഒരു ഓവറിൽ എല്ലാ ബൗളുകളും ബൗണ്ടറി കടത്തിയാണ് താരം സെഞ്ചുറി തികച്ചത്. 68 പന്തിൽ താരം സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. ഇതിൽ താരം ഹാർദിക് പാണ്ഡ്യ ഇതിൽ എടുത്തിരിക്കുന്നത് 133 റൺസ്, 92 പന്തിൽ 133 റൺസുമായി പുറത്തായി. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മലയാളി താരമായിട്ടുള്ള ദേവ്ദത്ത് പടിക്കൽ തുടർച്ചയായി സെഞ്ചുറി നേടുന്നു. ഇതിൽ ഏകദിന പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ താരങ്ങളുടെ എല്ലാ പ്രകടനം എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്നായി താരത്തിന്റെ 4ാം സെഞ്ചുറി കൂടിയായിരുന്നു ദേവ്ദത്ത് പടിക്കൽ ഇന്ന് ത്രിപുരയ്ക്കെതിരെ നേടിയത്. കൂടാതെ അക്ഷർ പട്ടേലും ഇന്ന് സെഞ്ചുറി തികച്ചു. കൂടാതെ തിലക് വർമ്മയും അഭിമന്യു ഈശ്വരനും ഇന്ന് സെഞ്ചുറി തികച്ചു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട അർഷ്ദീപ് സിംഗിന്റെ 5 വിക്കറ്റ് വേട്ട പഞ്ചാബിനെ ഒരു മികച്ച ഒരു ജയം സമ്മാനിച്ചു. 10 വിക്കറ്റിന്റെ ജയമാണ് സിക്കിമിനെതിരെ നേടാനായത്. കൂടാതെ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഇന്നിംഗ്സ് ആണെങ്കിൽ കഴിഞ്ഞ ഏകദിന മത്സരങ്ങളിൽ അടക്കം കണ്ട അതേ പ്രകടനം തന്നെ താരം ആഭ്യന്തര ക്രിക്കറ്റിലും തുടരുകയാണ്. താരം ഇന്ന് അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മികച്ച ഇന്നിംഗ്സ് ആണ് മഹാരാഷ്ട്രക്കായി താരം പുറത്തെടുക്കുന്നത്. ഈ ഒരു ടൂർണമെന്റ് ഉടനീളം നമ്മൾ എടുക്കുകയാണെങ്കിൽ താരത്തിന്റെ പ്രകടനം മികച്ചു നിൽക്കുകയാണ്. എന്തായാലും മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡിനെതിരെ കേരളത്തിന് 312 റൺസാണ് വിജയലക്ഷ്യം. സ്വാതി. ശരി ഖിലാഫ്.